കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു വെള്ളം ഇടപെടാതെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 14-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം തന്ന വചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദമല്ലാതെ മാനുഷിക ബുദ്ധിയിൽ ഒന്നും പറയുവാൻ അനുവദിക്കല്ലേ അപ്പ. ഈ വചനം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇത് വാഴ്ത്തി നുറുക്കി ആമീൻ തന്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്ത് വിളമ്പിയതുപോലെ അതിന്റെ പക്കൽ ഇത് ആമീൻ വാഴ്ത്തി നുറുക്കി തരുമാറാകണമേ. ഇതിൽ കൂടി ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം കൃപയും നൽകുമാറാകണമേ. അവിടുത്തെ കരങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം ഞങ്ങളുടെ ആമീൻ അത്ഭുത വിടുതലാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇതിനെ അനുഗ്രഹിക്കണമേ. കേൾക്കുന്നതിന്റെ മക്കളുടെ ജീവിതത്തിലും വിടുതലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം, ദൈവം നമ്മെ ഓർത്തനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ഓർക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. ലോകത്തിൽ മനുഷ്യർ പലരും നമ്മളെ മറന്നുപോകും, വാക്കു പറഞ്ഞവർ മാറിപ്പോകും. എന്നാൽ ദൈവം ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം അയച്ച ന്യായവിധി ഭൂമിയിൽ കടന്നു വന്ന് ആമീൻ ഹല്ലേലൂയ ആമീൻ വെള്ളം പൊങ്ങി 40 പകലും 40 രാവും ആമീൻ വെള്ളത്താൽ ഭൂമിയെ നശിപ്പിച്ച് ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നോഹയും ആമീൻ അവന്റെ കുടുംബം 8 പേർ പെട്ടകത്തിൽ കടന്ന് രക്ഷ പ്രാപിച്ച ആ വചനമാണ് ഇവിടെ ആമീൻ പറഞ്ഞത്. ആമീൻ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം നോഹയും പെട്ടകത്തെയും ഓർത്തു. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? അതിനകത്തുള്ള സകല ജീവികളെയും ഓർത്തപ്പോൾ എന്ത് ചെയ്തു? ആമീൻ ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. ആമീൻ ഹല്ലേലൂയ. കാറ്റടിപ്പിച്ചപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആ വെള്ളത്തിന്റെ അളവ് നിലച്ച ആഴികളും ഉറവുകളും അടയ്ക്കുക. ദൈവത്തിന്റെ പൈതല് ആമീൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉറയ്ക്കുവാൻ കഴിയാതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ശത്രുവായൻ പല ആമീൻ പ്രതിസന്ധികൾ കൊണ്ടുവരുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അടകരകലക ശൗടപ്രൗഢി ദുരിതുരി ആമീൻ കാറ്റുകൾ വരും, കോളുകൾ വരും, തിരമാലകൾ വരും. ആമീൻ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വെള്ളത്തിന്റെ പ്രതിസന്ധി പോലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമീൻ ഹല്ലേലൂയ, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ നിനക്കെതിരെ കടന്നു വരുന്ന ആമീൻ വെള്ളത്തിന്റെ അനുഭവങ്ങളായാലും തീയുടെ അനുഭവങ്ങളാണേലും അതിനെ നിലച്ച് അതിനെ നിർത്തുവാൻ അല്ലെ അതിനെ ആമീൻ അത് പ്രതിസന്ധി വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നിന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാവ് 43-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആമീൻ ഹല്ലേലൂയ, വെള്ളം നിന്റെ മീതെ കവിയുകയില്ല, നദി നിന്റെ മീതെ കവിയുകയില്ല. ആമീൻ തീയിൽ നീ വെന്തുപോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ആമീൻ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ആമീൻ ദൈവം നിന്നെ നടത്തുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇന്ന് ഇവിടെ പറഞ്ഞ ദൂത് ആമീൻ ഹല്ലേലൂയ വചനമെന്ന് പറഞ്ഞത് 150 ദിവസം കൊണ്ട് ആമീൻ നിൽക്കുന്ന മഴ, 40 പകലും 40 രാവും പകലും മഴയും പെയ്ത് ആമീൻ വെള്ളം പൊങ്ങി നോഹയും പെട്ടകത്തും ആമീൻ ഹല്ലേലൂയ വെള്ളത്തിന്മീതെ ഒഴുകി നടക്കുമ്പോൾ ആരും അവരെ ഓർക്കുവാൻ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾ പോലും ഇല്ലാത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം 8-ാം അധ്യായമായപ്പോൾ നോഹയും പെട്ടകത്തെയും ഓർത്തു. ആ നോഹയും പെട്ടകത്തെയും ഓർത്തപ്പോൾ ആമീൻ 7-ാം മാസം 17-ാം തീയതി നമ്മുടെ ഇന്ന് 7-ാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാ. 7-ാം മാസം 17-ാം തീയതി ആ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. ആമീൻ നിന്നെ ഉറപ്പിക്കുകയില്ലെന്നും നിന്നെ നിർത്തുകയില്ലെന്നും ഹല്ലേലൂയ ശത്രു വെല്ലുവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമീൻ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമീൻ നിന്റെ ജീവിതത്തിൽ അടിക്കടി കടന്നു വരുന്ന പ്രതിസന്ധികള്, അടിക്കടി കടന്നു വരുന്ന രോഗങ്ങള്, അടിക്കടി കടന്നു വരുന്ന മാനസിക പ്രശ്നങ്ങള് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമീൻ ദൈവം അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറപ്പിച്ചതുപോലെ നമ്മെ ഉറപ്പിക്കുവാനും വിടുവിക്കുവാനും സർവശക്തിയുള്ള ദൈവമാണ്. ആമീൻ ഹല്ലേലൂയ. നോഹയെ എന്തുകൊണ്ടാണ് ആമീൻ ഹല്ലേലൂയ പെട്ടകത്തിൽ കയറ്റിയതും ആ പെട്ടകത്തിൽ യഥാസ്ഥാനപ്പെടുത്തത് എന്തുകൊണ്ടാണ്? ആമീൻ അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ആമീൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവ പൈതലെ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് ചിലതിനെ ആമീൻ ജയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ തരും. ഹല്ലേലൂയ. നോഹ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? ആമീൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം ലാസ്റ്റ് പറയുന്നു, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമീൻ ഇന്ന് പകൽ ദൈവത്തോട് കൂടെ നടക്കുവാൻ
പ്രാപിക്കുവാൻ, ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ മകനെ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, മാതാവെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, പലപ്പോഴും നിന്റെ തലമുറയെ കുറിച്ച് നൊമ്പരപ്പെടുമ്പോൾ വാഗ്ദത്തങ്ങൾ നിറവേറുന്നില്ലല്ലോ, വഴികൾ തുറക്കുന്നില്ലല്ലോ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ലല്ലോ എന്ന് നീ നെടുവീർപ്പെട്ട് കരയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം നോഹയെ പോലെ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മളെ ഓർക്കുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് എല്ലാവരും മറന്നു കളയുമ്പോൾ, മനുഷ്യർ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ മുൻപിൽ നാം പലപ്പോഴും ഹല്ലേലൂയ പല വിഷയങ്ങളിൽ തല കുനിക്കേണ്ടി വരുമ്പോൾ ദൈവാത്മാവ് പറയും, ഞാൻ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർത്ത് അനുഗ്രഹിച്ചപ്പോൾ, പെട്ടകം ഉറച്ചപ്പോൾ നീതിമാനായ നോഹയ്ക്ക് ഭൂമിയിൽ വർദ്ധിച്ചു പെരുകാൻ ദൈവം അനുഗ്രഹം കൊടുക്കുക. ഹല്ലേലൂയ. അതുപോലെ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പകൽക്കാലം വിശ്വസിക്കണം. വർഷങ്ങളായി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ മറുപടി കാണാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് ആത്മാവ് ഇടപെടുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. വാഗ്ദത്തം നിവൃത്തിയിലേക്ക് കടത്തി വിടുകയില്ലെന്നും വാഗ്ദത്തം പ്രാപിക്കുകയില്ലെന്ന് ശത്രു വിധി എഴുതുമ്പോൾ ആത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് ഒരു ഹല്ലേലൂയ പ്രവർത്തിക്കൊരു ദിവസമുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കും, അത് സമാപ്തിയിലേക്ക് വരും, അത് വരും നിശ്ചയം, സമയം തെറ്റുകയില്ല, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ഹബക്കൂക്ക് 2:3 പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദർശനത്തിനായി കാത്തിരിക്കുക, ദൈവം അത് പ്രവർത്തിക്കുവാൻ ശക്തനാ. എന്നാൽ പലപ്പോഴും സമയങ്ങൾ നീണ്ടുപോകുന്നത് ശത്രുവായവൻ നമ്മുടെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും കടത്തിവിടാതെ പലപ്പോഴും വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നു, 7-ാം ദിവസം ഹല്ലേലൂയ, 7ന്റെ ദിവസത്തിൽ ഒരു വലിയ വിടുതലുണ്ട്. അത് ദൈവ വാഗ്ദത്തങ്ങളുടെ വിടുതലാ. 7 പ്രാവശ്യം എരിഹോ മതിൽ ചുറ്റിയ ജനത്തിനു വേണ്ടി 7-ാം പ്രാവശ്യം ഒരു കാഹളം ഊതിയപ്പോൾ അവർ മുമ്പിൽ നിന്ന് മതിലായ എരിഹോ തകർന്നു വീണതുപോലെ ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും, ചില മതിലുകൾ പോലെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ തകർന്നു മാറി ഒരു വലിയ വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരുമെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6:8 നീതിമാനായ നോഹയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും യഥാസ്ഥാനപ്പെടുകയില്ല, ഉറക്കുകയില്ല. എന്നും ഈ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ ഞാൻ ഒഴുകി നടക്കേണ്ടി വരുമോ എന്ന് ചോദിച്ച് ഒരു യഥാസ്ഥാനപ്പെടാതെ, ഒരു തീരുമാനം എടുക്കാതെ, ഉറപ്പോടെ മുന്നോട്ട് പോകാൻ കഴിയാതെ പലരും പലതും പല പ്രയാസങ്ങളിൽ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണർത്തുവാണ്. ദൈവം നിന്റെ കുടുംബത്തെ ഓർത്ത് കഴിയുമ്പോൾ ദൈവം നിന്നെ ഉറപ്പിക്കുവാനും പരിപാലിക്കുവാനും തലമുറയ്ക്ക് വേണ്ടി വേണ്ട വഴികളെ തുറക്കുവാനും തലമുറയുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കുടുംബജീവിതം ഒരുക്കുവാൻ ദൈവ സർവശക്തിയുള്ള ദൈവമാ. ഒന്നാമത് നീതിമാനായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം. യോശുവയുടെ പുസ്തകം ഹല്ലേലൂയ 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്, പിന്നെ യഹോവ ജനത്തോട് പറഞ്ഞത് ഹല്ലേലൂയ, യോശുവ ജനത്തോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, നാം നമ്മെ തന്നെ വെടിപ്പാക്കുമ്പോൾ, നാം നമ്മെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ നാളെ നമ്മുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ജനം തന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കാൻ പോവാ. 40 സംവത്സരം മരുഭൂമി നടന്ന ജനം തന്റെ സ്വന്തമായി അവകാശത്തിലേക്ക് പാദം വെക്കാൻ പോവാ. അടുത്തതിന് ഹല്ലേലൂയ യോർദാൻ കടക്കാൻ പോവാ. അതിനു മുമ്പായി ജനത്തോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ അതിശയം അത്ഭുതം കാണണമെങ്കിൽ ഈ ദൈവത്തോട് പേഴ്സണലായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ മടങ്ങി വന്ന് നാം ഈ ലോകത്തിലെ ഹല്ലേലൂയ സകല മോഹങ്ങളെയും വെടിഞ്ഞ് ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവവുമായി ഏകാഗ്രതയിലായി തീരുവാൻ നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരുന്ന അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് ചിന്തകളിലും നോട്ടത്തിലും പ്രവൃത്തിയിലും പലപ്പോഴും നമ്മൾ നിരൂപണത്തിലും പോലും ശത്രു നമ്മുടെ മനസ്സിനെ കലക്കിക്കളഞ്ഞ് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയാതെ ശത്രു ഒതുക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്ന പലർക്കും പ്രാർത്ഥിച്ചുയരുവാൻ കഴിയുന്നില്ല. പലപ്പോഴും ഏകാഗ്രതയോടെ ദൈവസന്നിധി ഇരിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി കണ്ടെത്താൻ നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. പലപ്പോഴും ശാരീരികമായി തളർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ശത്രുവിനെ ജയിക്കുവാൻ അഭിഷേകപ്പെടുവാൻ കഴിയാതെ ഒതുക്കുന്ന മണ്ഡലങ്ങളുണ്ടെന്ന് ആത്മാവ് ഇടപെടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ ഈ നാളുകളിൽ
അഭിഷേകത്തിന് വേണ്ടി, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആമീൻ ദൈവത്തോട് പേഴ്സണലായിട്ട് അടുത്തു വന്ന് അപ്പാ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ വിടുവിപ്പാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആമീൻ. 1 ശമൂവേൽ ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ ഒരു ഹന്നായെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഹല്ലേലൂയ പറയുന്നുണ്ട്, യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. ഹന്നായെ ഓർത്ത ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഹന്നായുടെ നിലവിളി കേട്ട ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഹന്ന ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ വീട്ടിൽ പെലീനയുടെ നിന്നയാൽ, തന്റെ സഹോദരിയുടെ നിന്നയാൽ ഭാരപ്പെട്ട് അവൾക്കൊരു തലമുറയില്ലാത്ത സമയത്ത് അവൾ ദേവാലയത്തിൽ ഹല്ലേലൂയ ആവലാതിയോട് ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹന്നായുടെ അയൽക്കാര ഭർത്താവ് തന്നെ അധികമായി സ്നേഹിക്കുകയും ഇരട്ടി പ്രതിഫലം കൊടുക്കുകയും ചെയ്തിട്ടും ഹന്ന പറഞ്ഞില്ല, എനിക്കൊരു സന്തതി വേണം, എനിക്കൊരു ഫലം വേണം. ദൈവം യഹോവ ഹന്നായുടെ ഗർഭം അടച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഹന്ന വേദനയോടെ ഹല്ലേലൂയ ഭാരത്തോടെ തന്റെ സങ്കടം വന്ന് ആലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നിലവിളിച്ചപ്പോൾ അവിടെ നിലവിളിയെങ്കിൽ ദർശനം അങ്ങ് ഏലിക്ക് തോന്നി. അവൾ വീഞ്ഞു കുടിച്ചു മത്തായിരിക്കുവാന്ന്. അതിന്റെ ദൈവത്തിന്റെ പൈതലെ, നീ പലപ്പോഴും കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ നോക്കി പലരും പുറമെ പലതും വിധിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുവാണ്. ആരും അറിയാതെ രഹസ്യമായി നീ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. ആരോടും പറയാതെ നീ വേദനപ്പെടുന്ന വിഷയമുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് സമാധാനമില്ലാത്ത വിഷയമുണ്ട്. പലപ്പോഴും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്ന ഇന്ന് പകൽക്കാലം ഹന്നയെ പോലെ തന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ പകരുന്നുവെങ്കിൽ ദൈവം ഹന്നയെ ഓർത്ത് അവരുടെ ഗർഭം തുറന്ന് അവർക്ക് ഒരു വാഗ്ദത്ത സന്തതി ശമൂവേൽ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ വാഗ്ദത്തങ്ങളെ മൂടിക്കളഞ്ഞിരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ ദൈവം മാറ്റിയെടുത്ത് ഒരു വലിയ വാഗ്ദത്ത നിവർത്തിയാനത്തിലേക്ക് കൊണ്ടുവരുമെന്നും യഹോവയോട് പ്രാർത്ഥിച്ചു മേടിച്ചതുകൊണ്ട് ഞാൻ ഇവന് ശമൂവേൽ എന്ന് പേരിട്ട് ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ട ഒരു പ്രവാചകനായി തീരുവാൻ ഹന്നായ്ക്കൊരു ദാനം കൊടുത്തത്. അധികം പ്രാർത്ഥിക്കുമ്പോൾ, അധികം കണ്ണുനീർ ഒഴുക്കുമ്പോൾ പ്രാർത്ഥിച്ചു കിട്ടുന്നത് മഹത്വമാണെന്ന് ആത്മാവ് പറയുന്നു. പെട്ടെന്ന് കിട്ടുന്നതും താമസിച്ചു കിട്ടുന്നതും വിടുതലുണ്ടെന്ന് ആത്മാവ് പറയുന്നു. പെട്ടെന്ന് പ്രാർത്ഥിക്കാതെ ലഭിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി ഹന്നായുടെ തലമുറയെ പോലെ ഹല്ലേലൂയ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി തീരുവാൻ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് അതിന്റെ മഹത്വമാക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം ഹന്നായെ ഓർത്ത് അവളെ ഓർത്തപ്പോൾ അവിടെ ഗർഭം തുറന്ന് വരുന്നാണ്ടിൽ നീ ഒരു മകനെ അണയ്ക്കുമെന്ന് ഏലി പറഞ്ഞത് അവൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അവിടെ മുഖം പിന്നെ പാടിയില്ല. അവൾ ദൈവസന്നിധി ബലപ്പെട്ട് കടന്നുപോയി. പിറ്റേയാണ്ടിൽ ദൈവം പറഞ്ഞ ദൂത് അവളുടെ മേൽ ഹല്ലേലൂയ പ്രവർത്തിച്ചത് എന്തുകൊണ്ടെന്നാൽ അവിടെ വിശ്വാസത്തിന്റെ ആഴമായിരുന്നു. നാം ദൂത് കേൾക്കുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വചനം ധ്യാനിക്കുന്നുണ്ട്, അഭിഷേകമുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ആരാധനയുണ്ട്. വിശ്വാസമില്ലെങ്കിൽ എല്ലാം നിർജീവമാ. യേശു ദൈവത്തെ ഒരു നാൾ നീ കണ്ടിട്ടില്ല. എന്നാൽ എബ്രായർക്ക് 11-ാം വാക്യം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം നിശ്ചയത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് ഉറപ്പ് നൽകുക. ഹല്ലേലൂയ. എന്റെ ജീവിത മണ്ഡലത്തില് ഒത്തിരി പ്രതിസന്ധി കൂടെയും ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെയും ഞാൻ ഇവിടെ വരെ എത്തിയത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്ന് കഴിഞ്ഞ നീണ്ട 18 വർഷം ഹല്ലേലൂയ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പിന്മാറ്റ അവസ്ഥയിൽ കടന്നുപോയി. പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നുപോയി. ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാ. ഹല്ലേലൂയ. ഹസ്ബൻഡ് ഒരു മകനും 3 സഹോദരിമാരുമാണുള്ളത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്നതിന്റെ ഫലമായി ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മാതാവും എൻ്റെ മൂത്ത മകൾ 3 മാസം പ്രായമുള്ള കുഞ്ഞുമായി പ്രതിഷ്ഠയും സമർപ്പണവും ഓതറയിലാണ് ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ മർത്തോമായുടെ വിശ്വാസത്തിൽ ഇവിടെ ഹല്ലേലൂയ ചുങ്കപ്പാറയുടെ പ്രദേശമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്നേക്ക് 28 വർഷത്തിന് മുമ്പ് പെരുമ്പട്ടി IPCയോട് ചേർന്ന് ഒരു വരുവാനും ആ സഭയോട് ചേർന്ന് ആയിരിക്കാനും ദൈവം സഹായിച്ചു. എന്നാല് ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വളരെ സന്തോഷമായി
ഭാരമായി പോകുമ്പോൾ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദത്താലും മാതാപിതാക്കളുടെ സമ്മർദ്ദത്താലും ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഓർത്തഡോക്സിൽ ചേരണം, തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് പലവിധമായ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ ഞാനും എന്റെ കുഞ്ഞുങ്ങളും തീരുമാനമെടുത്ത് ഉറച്ചു നിന്നോ. ഈ അറിഞ്ഞ വിശ്വാസം പിന്മാറ്റത്തിലേക്ക് പോകത്തില്ല, ഈ ദൈവത്തെ വിടത്തില്ല, തള്ളിപ്പറയത്തില്ല. അങ്ങനെ വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ആദ്യമൊക്കെ വളരെ പ്രശ്നങ്ങളായി, പിന്നെ ഉപദ്രവമായി, പിന്നെ വരാതായി. അങ്ങനെ അപ്പായോടും അമ്മയോടും കൂടെ 10-18 വർഷം അവിടെയായി. ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ഒറ്റയ്ക്ക് ദൈവത്തെ വിളിച്ച് ആരാധിച്ച് മുന്നോട്ട് കടന്നു വന്നു. പലപ്പോഴും വന്ന് വഴക്കുണ്ടാക്കും, ഉപദ്രവിക്കും. ഈ അവസ്ഥയിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തി, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും ദൈവശബ്ദത്താലും ദൈവകൃപയാലും ദൈവം ബലപ്പെടുത്തി. എങ്ങനെ മുന്നോട്ട് പോയി എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി പലപ്പോഴും പ്രാർത്ഥനയാലും ഉപവാസത്താലും കാലങ്ങളും സമയങ്ങളും മുന്നോട്ട് കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ തന്നെയല്ല, വീട്ടുകാരുടെ പ്രയാസങ്ങൾ ഉണ്ടായി. മാതാപിതാവ് സഹോദരിയൊക്കെ കടന്നു വന്ന് വളരെ പ്രശ്നങ്ങൾ ഭവനത്തിൽ ഉണ്ടാക്കി. ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകണമെന്നും പറഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അതിനാണ് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ പലപ്പോഴും ആ ഉപദ്രവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒത്തിരി തടസ്സമായി. എങ്ങനെ മുന്നോട്ട് പോയി എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവസന്നിധി പൂർണ്ണമായി മുഴങ്കാലം അടക്കി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തതിന്റെ ഫലമായി ഹല്ലേലൂയ അന്നേക്കുള്ളത് പോലും ഇല്ലാത്ത സമയത്ത് ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി. 2 കുഞ്ഞുങ്ങളും പെരുമ്പട്ടി സഭയിൽ കടന്നു വന്ന് സൺഡേ സ്കൂൾ പഠിക്കുകയും അവരാരാധിക്കുകയും 2 പേരും അഭിഷേകം പ്രാപിക്കുകയും 2 പേർക്കും പ്രവചനം കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ആരാധിച്ച് ജയമെടുക്കുവാൻ തുടങ്ങി. ആ അഭിഷേകത്തിന്റെ ഫലമായി, ആ ദൈവകൃപയുടെ ഫലമായി അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം മാനിച്ചു. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആരുമില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൂതനെ പോലെ ഇറങ്ങി വന്ന സമയങ്ങൾ, ആ ദൂതൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളെ വിടുവിച്ച സമയങ്ങളുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആ അനുഭവങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞത് ആ കൃപയിലാണ് ഇന്നും നിൽക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പറയുക. ഹല്ലേലൂയ ഒന്നുമില്ലാത്ത അവസ്ഥയില് എങ്ങനെ ഒരു ദിവസം കഴിയും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കും. ഞാൻ ETGC കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കുകയും കൃഷി ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഹല്ലേലൂയ മുന്നോട്ട് കടന്നുപോയി. ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവസന്നിധി മുഴങ്കാലും അടക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവത്തോട് കരയുകയും ചെയ്തു. ഹല്ലേലൂയ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനായിത്തീരുമെന്ന് പോലും അറിയാത്ത സമയത്ത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്ന് ഹസ്ബൻഡ് വഴക്കുണ്ടാക്കും, വീട്ടുകാർ വഴക്കുണ്ടാക്കും. ഇതിന്റെയൊക്കെ നടുവില് പ്രതിസന്ധികളെ ജയിക്കുവാൻ ഓർക്കാൻ ആരുമില്ലാത്ത സമയത്ത് നോഹയെ ഓർത്ത പോലെ, ഹന്നയെ ഓർത്ത പോലെ എന്റെ ദൈവം ഓർത്ത് കർത്താവ് എന്റെ തലമുറകളെയും കൈവിടാതെ അവിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നതുകൊണ്ട് ദൈവം എന്റെ മൂത്ത മകളെയൊക്കെ അനുഗ്രഹിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്നു. അവള് പഠിക്കുവാൻ മിടുക്കിയായിരുന്നു. ഹല്ലേലൂയ അവൾക്ക് മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മെഡിസിന് പോയിട്ട് ഒരു നേഴ്സിങ്ങിന് പോലും വിടാൻ എന്നെ കൊണ്ട് കഴിവില്ലാത്ത സമയത്ത് ഹല്ലേലൂയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞങ്ങൾ 2 പേരും കൂടെ 100 ദിവസം 3:21 ഇരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ അവൾക്ക് ഹല്ലേലൂയ അവൾ എൻട്രൻസ് പാസ്സായി. ഫിലിപ്പീൻസിന്റെ ദേശത്ത് 5 വർഷം അവള് മെഡിസിന് പഠിക്കുവാൻ ദൈവം അവൾക്ക് കൃപ കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ ഭക്ഷണത്തിന് കൊടുക്കും, എങ്ങനെ അവളെ പഠിപ്പിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയത്, അപ്പ എനിക്ക് ആരുമില്ല എന്ന് പലപ്പോഴും പറഞ്ഞ സ്ഥാനത്ത് ഞാൻ മുഴങ്കാലം അടക്കി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അവൾ 5 വർഷം പഠിച്ച സമയത്ത് അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനോ ഒരു നേരത്തെ ഫീസ് അടയ്ക്കുവാനോ എന്നെ കൊണ്ട് കഴിവില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത വ്യക്തിയാ. ദൈവം എന്റെ കാര്യങ്ങളെ നോക്കാമെന്ന് പറഞ്ഞു. ഒരു രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടക്കുമ്പോ ഞാൻ എന്റെ ദൈവസന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ സന്നിധി എന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട്, മോളെ ഭയപ്പെടേണ്ട, ബാലസ്യങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ലെന്ന് പറഞ്ഞ ഒരു വലിയ ശബ്ദം എന്നോട് കേൾപ്പിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റ് വചനം എടുത്തു. ആ വാക്യം എടുത്ത് സങ്കീർത്തനത്തിൽ നോക്കി. ദൈവം എനിക്ക് ഉറപ്പ് തന്നു. പലപ്പോഴും ദൈവത്തിന്റെ ദർശനം ദൈവശബ്ദം കേട്ട് ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ അവിടെ കടത്തി വിട്ടതും വിശ്വാസത്താൽ മാത്രമാ. എങ്ങനെ എന്തേ ആയിത്തീരുമെന്ന് എനിക്കറിയില്ല. എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ വളരെ 3 മാസം വളരെ കഷ്ടത അനുഭവിച്ചു. അവിടെ ചെന്ന് ഭക്ഷണത്തിനില്ലാതെ പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. ആമേൻ. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, വളരെ ധൈര്യമായിരിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 21 ദിവസം ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ബാംഗ്ലൂരിലുള്ള ഒരു കുടുംബം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അവർക്ക് ഫോണിനകത്തൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഒരു മകള് അമേരിക്കയിലുണ്ട്. ആ മകളുടെ ഡെലിവറിയുടെ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതൽ കൊടുത്തു. ആ വിടുതൽ കൊടുത്ത പ്രകാരം ആ മാതാവ് അവരോട് പറഞ്ഞു, ഈ സിസ്റ്ററിന്റെ മകൾ ഇന്ന പോലെ ഇന്നടുത്ത് പഠിക്കുക, അവർ വിശ്വാസത്താൽ ജീവിക്കുന്നതാ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുടുംബം എന്നോട് അതിന്റെ തലയാഴ്ച ഒരു ദൈവദാസം പറഞ്ഞു, നീ അറിയാത്ത വ്യക്തികളിൽ കൂടി ഈ കുഞ്ഞിനൊരു സ്പോൺസർ വെളിപ്പെടുമെന്ന്. ഞാൻ ഈ വിഷയം വെച്ച് ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ 3-ാം മാസമായപ്പോൾ ആ കുടുംബത്തെ എനിക്കും അറിയത്തില്ല, എന്നെ അവർക്കും അറിയത്തില്ല, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ ആ കുടുംബം 5 വർഷത്തെ സ്പോൺസർ ചെയ്ത് അവളെ അവിടെ ആഹാരത്തിന്റെ അവിടെ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം കൃപയൊരുക്കി. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അനേക കാക്കകളെ ഒരുക്കുവാൻ ദൈവ സർവശക്തനാ. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ദൂതി എന്ന് രാജാവിനോട് പറയാൻ പറഞ്ഞു. രാജാവ് ദേശത്തൊരു ക്ഷാമം വരുത്താൻ പോവാ എന്ന് പറഞ്ഞ് ആഹാബിനോട് ദൂത് പറഞ്ഞ ശേഷം ഏലിയാവ് ചോദിച്ചില്ല, കർത്താവെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന്. എന്നാൽ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവെ നീ കെരീത്തിന്റെ തോട്ടിനരികെ ചെന്നിരിക്കാൻ പറഞ്ഞു. ദൈവം പറയുന്നത് അനുസരിച്ചാൽ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നീ നിന്നാൽ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നീ ജീവിച്ചാൽ നിന്നെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. ചുടലകലകല ഷൗഡപ്രൗഢ ധിരാരകല ഹർത്തരകല വൈഡ റിക്കബാലബശബ. ഇളയ കുഞ്ഞ് M.Com പഠിച്ചു. ബാങ്കിൽ ജോലിയായിരുന്നു. ഇപ്പോൾ അവൾ ജോലി ഇല്ലാതിരിക്കുന്നു. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അവർക്ക് ബിസിനസ് ആണ്. അങ്ങനെ ഹല്ലേലൂയ മൂത്ത മോളുടെ പഠനമെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ എക്സാം പാസ്സായി പുഷ്പഗിരിയിൽ 1 വർഷം ജോലി ചെയ്തു. ഹല്ലേലൂയ പ്രാർത്ഥിച്ചു, ഒരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3/21 ഇരുന്നു. 3/21 ഹല്ലേലൂയ UK ഒരു പയ്യനും കടന്നു വന്നു. ആ വിവാഹം കഴിഞ്ഞു. അവരിന്ന് 5 വർഷം കഴിഞ്ഞു UK സെറ്റിൽ ആയിരിക്കും, അവിടെ ജോലി ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണയാൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സർവശക്തിയുള്ള ദൈവമാ. ദൈവത്തിന്റെ പൈതലെ, എന്റെ സാക്ഷ്യം കേൾക്കുന്ന എന്റെ ദൈവത്തിന്റെ പൈതങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. ഉയർച്ച നിനക്ക് വേണോ? നന്മ വേണോ? അനുഗ്രഹം വേണോ? തലമുറയുടെ വാഗ്ദത്തങ്ങൾ വേണോ? ഇന്ന് നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് അപ്പന്റെ തുരുത്തി നിറഞ്ഞു കഴിയുമ്പോൾ അപ്പൻ എഴുന്നേറ്റ് നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവമാ. ഭയപ്പെടേണ്ട. ദൈവസന്നിധി പലപ്പോഴും വിടുതൽ കാണാതെ ഇപ്പോൾ അഭിഷേകത്തിനെ കൂടി കേട്ടതുപോലെ നയിൻ പട്ടണത്തിന് പുറത്തേക്ക് വന്ന സ്ത്രീയുടെ ഏകജാതനായ മകനെ മരിച്ചു മഞ്ചവുമായി കടന്നു വരുക. നയിൻ എന്ന് പറഞ്ഞ മനോഹരമായ സുന്ദരമായ പട്ടണം. എന്നാൽ ഇവൾക്ക് ഇനി ഒരു ആശ്രയവുമില്ല. അവൾ വിധവയെ, അവൾക്ക് ഭർത്താവില്ല. അവളുടെ ഏകജാതനായ മകൻ മരിച്ചു. ഹല്ലേലൂയ. അവനെ അടക്കുന്ന കുഴി വെട്ടി ആൾക്കാർ മൂടാൻ നിൽക്കുക. നിന്റെ വാഗ്ദത്തം ഒരിക്കലും പുറത്തു വരികയില്ല. ഇനി നിന്റെ വാഗ്ദത്തം ജീവിക്കുകയില്ല. ഇത് തീർന്നു പോയി, ഇവിടെ അവസാനിച്ചു എന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു. വാഗ്ദത്തം നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നവകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. ഒരിക്കലും പ്രവർത്തി വെളിപ്പെടുകയില്ലെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് എന്റെ കാലം ചലിക്കുമെന്ന് ആത്മാവ് ഇടപെടുക. മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ നിന്റെ ദൈവം പറഞ്ഞ ചില വാഗ്ദത്ത നിവർത്തീകരണങ്ങള് ഇതിനകത്തിരിക്കുന്ന ചില വിഷയത്തിലാണ് ദൈവം വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്ന വർഷമാണ് 2026. അടകരകലകൾ ശൗരപ്രൗഢി തലമുറയുടെ വിഷയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാതാക്കളോട് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. 2026 9-10 മാസത്തിനുള്ളിൽ ചില ദൈവിക വിടുതലുകൾ തലമുറയുടെ വിഷയത്തിൽ ദൈവം തരുമെന്ന് ആത്മാവ് ശക്തമായി പറയുവാൻ പറയും. അടകരകലകൾ ശൗരപ്രൗഢ ഉറപ്പിക്കുകയില്ല, നിർത്തുകയില്ല, സ്വന്തമായ ഒരു അവകാശം തരികയില്ലെന്ന് പറയുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ്. 26 തീരുന്നതിന് മുൻപ് ചില വിഷയത്തിന് മറുപടി തന്ന് യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ആത്മാവ് പറയാൻ പറയുന്നു. അടകാറികൾക്കധികാരകലകൾ ഷൗഡപ്രൗഢ. ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ചില രോഗികൾ ഉണ്ടെന്ന് ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ദണ്ഡിപ്പിക്കുന്ന ചില ശത്രുവിന്റെ പോരുകള് പലപ്പോഴും നിനക്ക് പ്രാർത്ഥിച്ചുയരുവാൻ കഴിയുന്നില്ല. ശരീരത്തിൽ ക്ഷീണതയിട്ട്, അസ്ഥിക്കകത്ത് വേദനയിട്ട്, തലയ്ക്ക് മന്ദതയിട്ട്, ഉറങ്ങുവാൻ പോലും കഴിയാതെ ഉറക്കത്തേക്കെടുത്തി ദണ്ഡിപ്പിക്കുന്ന ചില ശത്രുവിന്റെ പോരുകള് ആ റുക്കെ ലഗശഭാരഭാരകൾക്കവിട ഇന്ന് പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കുന്നവെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്ന ശത്രുവിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാൻ അഭിഷേകത്തോട് കൽപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പൂർണ്ണമായ വിടുതൽ നിന്റെ മേൽ കൽപ്പിക്കുവാൻ ആത്മാവിന്ന് വലിയവനായ കൂടെയുണ്ടെന്നോ അതിന്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുമെന്നോ ഒരു രോഗസൗഖ്യം തന്നെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമെന്ന് ആത്മാവ് ഇടപെടുന്നു. ഷൗഡപ്രൗഢ ദിരാരകല അർത്ഥിരകല വൈഡ റിക്കവ ലഭശവ യേശുവിന്റെ നാമത്തില് സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. അസ്ഥിക്കകത്തുള്ള ചില രോഗങ്ങൾ വിട്ടുപോട്ടെ. യൂട്രസ് സംബന്ധമായ ചില അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. രോഗികളാക്കി ബന്ധിച്ച് അകത്തളത്തിൽ ഒതുക്കുമെന്നോ പുറത്തു പോകുവാൻ കഴിയുകയില്ലെന്നോ കിടക്കയിലാക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എന്നാൽ നീ ശുഭമായി ഇരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ജോസഫ് പറയുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. ദൈവം ജോസഫിന് കൊടുത്ത ആ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ജോസഫ് ഇങ്ങനൊക്കെയും പോണമെന്ന്. അത് 105-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇരുമ്പ് ചങ്ങലയാലും കാരാഗ്രഹത്താലും നീ ബന്ധിക്കപ്പെടുമെന്നും ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ ഒടിച്ചു കളയുമെന്നും നിന്നെ ഇവിടുന്ന് മിസ്രൈമിൽ കൊണ്ടുപോകുന്നത് തന്റെ ജനത്തിന് വേണ്ടിയാണെന്നും അത് മുന്നമേ ദൈവം നിയമിച്ച ഒരു വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തെ കൂടി നീ ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോകണമെന്നോ ഏത് പ്രതിസന്ധി കൂടി കടന്നു പോകണമെന്നോ ഹല്ലേലൂയ ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. കഷ്ടത നീങ്ങിപ്പോവാനല്ല നീ പ്രാർത്ഥിക്കണ്ടേ, കഷ്ടതയുടെ നടുവിൽ നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരയണമേ എന്ന് പറയണം. ഒരു വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ നീണ്ട ഒരു കഷ്ടതയുടെ പീരീഡ് ഉണ്ട്. ആ കഷ്ടതയുടെ പീരീഡിൽ കൂടി വന്ന ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് എന്നെ സ്വസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ വില കൊടുത്ത് കഷ്ടതയിൽ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാ കർത്താവ് ഇന്നെ സ്വസ്ഥമായി ആക്കിയിരിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ പൈതലെ നീ ഇന്ന് കഷ്ടതയിലാണെങ്കിൽ, നീ ഇന്ന് പ്രതിസന്ധിയിലാണെങ്കിൽ, മാറി മാറി നിന്റെ ഭവനത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ചില പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവ് മാറ്റിത്തരുവാൻ ശക്തരാ. എന്താണ് ഈ കഷ്ടതയുടെ നടുവിൽ നിൽക്കുവാനുള്ള അഭിഷേകത്തോടെ, ഈ കഷ്ടത നടുവിൽ നിൽക്കുവാനുള്ള ദൈവകൃപയോടെ നീ പുറത്തു വരണം. യഹോവയുടെ കൃപ ലഭിച്ചതുകൊണ്ടാ നോഹ പെട്ടകം തീർത്തതും ഇത്രയും ജീവികളെ അതിനകത്ത് സംരക്ഷിച്ചതും ആ 8 പേര് വിടുതൽ പ്രാപിച്ചതും. ഇത് ദൈവത്തിന്റെ കർത്താവിന്റെ വരവെങ്കിലും മുൻകുറിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നാമും ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഈ ലോകത്തിലെ എല്ലാം സെക്കൻഡറി ആയി എണ്ണിക്കൊണ്ട് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ പെട്ടകത്തിൽ നിനക്കും കടക്കുവാൻ ദൈവത്തിന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ നീയും എടുക്കപ്പെടണമെങ്കിൽ ഈ നാളുകൾ വിശുദ്ധിയോടെ ശുദ്ധീകരണത്തോടെ വേർപാടോടെ കർത്താവിന് വേണ്ടി ആയിത്തീർന്നാൽ ദൈവം നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും ഏത് സമയത്ത് ഒരുക്കമുള്ളവരായിരിക്കാൻ ഒരുങ്ങുവാൻ ദിവസങ്ങളിൽ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിന്റെ കൺവെൻഷൻ നീക്കി ഹൃദയ ശുദ്ധീകരണം പ്രാപിച്ച് പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് ജഡത്തിനായും ലോകത്തിനായും മറ്റുള്ളവർക്കായി ചിന്തിക്കുമ്പോൾ അതിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ശുദ്ധീകരണം ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് അഭിഷേകത്തിന്റെ നിറവിൽ മുന്നോട്ട് കടന്നു പോകുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും ശക്തിയുള്ള ദൈവമെന്ന് ആത്മാവ് ഇടപെടുക. ജോസഫ് ഹല്ലേലൂയ തന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വരമുള്ള ജോസഫ് താൻ സ്വപ്നം കണ്ടതുകൊണ്ടാണ് സഹോദരന്മാർ പകച്ചത്. അവന്റെ ദർശനത്തിന്റെ ഇതിലാണ് സഹോദരന്മാർ കൈവിട്ടത്. അവനെ പകച്ച് കൈവിട്ട് ഹല്ലേലൂയ അവനെ കൊന്നുകളയാൻ നോക്കിയത് അവന്റെ ആത്മീയ അഭിഷേകവും ദർശനവും വെളിപ്പാടുമാണ്. പലപ്പോഴും ദൈവ മക്കളെ നമുക്കും ആത്മാവിൽ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും മുന്നേറുമ്പോൾ ശത്രു ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ ഒതുക്കിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ, ബന്ധിച്ചു കളയുവാൻ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ വേണം ഒതുക്കിക്കളയുന്ന മണ്ഡലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർത്തോണം എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ദൈവത്തിന് ഫലം കായ്ക്കേണ്ട വൃക്ഷമാ. ശത്രുവിന്റെ തന്ത്രമാ ഇതെല്ലാം. ഇതിനെ ജയിക്കുവാൻ അഭിഷേകത്തിൽ നീ പുറത്തു വരണം.
പ്രൗഢ. അങ്ങനെ ജോസഫ് തന്റെ ദർശനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർ പകച്ച് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ആമി ഹല്ലേലൂയ. അവിടുന്ന് വിറ്റ് കളഞ്ഞു. ആമി ഹല്ലേലൂയ. അവിടുന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ വിശുദ്ധിക്ക് വേണ്ടി അവൻ പിടിച്ചു നിന്നു. ആ വിശുദ്ധിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹം ഒരുക്കി. ആ കാരാഗ്രഹത്തിൽ അവൻ ആമി സ്വപ്ന വ്യാഖ്യാനിയായി തീർന്നു. അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ചതിന്റെ ഫലമായി ആമി ഹല്ലേലൂയ പാനപാത്ര വാഹകനെ തിരിച്ചെടുത്തു. അപ്പപ്രമാണിയെ തൂക്കിക്കളഞ്ഞു. അവൻ ഈ അർത്ഥമെല്ലാം പറഞ്ഞത് സത്യമായി നടന്നു കഴിഞ്ഞപ്പോൾ അവനോട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. നീ ശുഭമായി ചെന്ന് ജോലി ചെന്ന് കയറുമ്പോൾ നീ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറയുക. പക്ഷെ ഇവൻ ഓർത്തില്ല. ആമി ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 40:23 പറയുന്നുണ്ട്, എങ്കിലും പാനപാത്ര വാഹന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. മനുഷ്യർ പലരും പറയുന്നില്ലേ ഓർക്കാമെന്ന്, മനുഷ്യർ പലരും നിന്നെ സഹായിക്കാമെന്ന്, മനുഷ്യർ പലരും നിനക്കത് ചെയ്തു തരാമെന്ന്. ദൈവ പൈതലേ, അവര് മറന്നുപോകും, അവർ ഓർക്കത്തില്ല. മനുഷ്യന്റെ ഇപ്പോഴത്തെ ചിന്തയല്ല അടുത്ത നിമിഷം, മനുഷ്യൻ ഇന്ന് കാണുന്ന മുഖമല്ല അടുത്ത മുഖം. ആ എന്നാൽ ഓർക്കാതെ പോയ സമയത്ത് ഇടപെടേണ്ടിയ സ്ഥാനത്ത് ദൈവം ഇടപെടുവാൻ തുടങ്ങി. ആമി ഹല്ലേലൂയ. ഈ പ്രമാണി പാനപാത്ര പ്രമാണിയാ ഓർത്തായിരുന്നെങ്കിൽ ജസ്റ്റ് അവനെ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു വിടുതല കിട്ടുള്ളൂ. എന്നാൽ ദൈവം അവനെ മറപ്പിച്ചതാ. എന്തിനാ? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയത്തിൽ അവനെ മാനിക്കുമ്പോൾ അത് ഉന്നതമായിരിക്കും. ആ ഉന്നത പദവി ലഭിക്കുവാൻ ദൈവം വാമിനി മകനെ ഈ ദാസനെ എന്ത് ചെയ്തു? മറപ്പിച്ചു കളഞ്ഞു. അവിടെ കഴിഞ്ഞതിന് ശേഷം ഇവൻ 2 വർഷം അവിടെ കിടക്കേണ്ടി വന്നു. ഈ 2 വർഷവും ഇവൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ ആമി പാനപാത്ര പ്രമാണി ഓർത്തതയില്ല. എന്നാൽ ഇടപെടേണ്ട സമയത്ത് രാജാവിനോട് ദൈവം ഇടപെടാൻ തുടങ്ങി. ആമി ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ആരും ഓർക്കാത്തപ്പോ ദൈവം പറയുന്നു, മഹത്വവും അഹോചര ഉന്നതമായ ആമി വിധത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരണമെങ്കിൽ, ദൈവം അഗോചരമായി മറഞ്ഞിരിക്കുന്ന ആമി വാഗ്ദത്തം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആമി ഇടപെടേണ്ട സ്ഥാനത്ത് ദൈവം ഇടപെടുമെന്ന് ആത്മാവ് ഇടപെടുക. രാജാവിന് സ്വപ്നം കൊടുത്തു. അത് ദൈവം എന്ത് ചെയ്തു? മന്ത്രവാദിക്കും ശകനവാദികൾക്കും ഒക്കെ മറച്ചു പിടിച്ചു. എന്തുകൊണ്ട്? തന്റെ ഭക്തൻ പുറത്തു വരേണ്ട സമയമായി. അതാ കാരാഗ്രഹത്തിൽ 105 സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആമി കാരാഗ്രഹത്തിന് പുറത്തു വരേണ്ട സമയമായപ്പോൾ ദൈവം ഇടപെടേണ്ടത് ഇടപെടാൻ തുടങ്ങി. ദൈവ പൈതലെ, നീ ഇന്ന് പല ആമി ഹല്ലേലൂയ ജോലി സംബന്ധമായി പലയിടത്തും ചെന്ന് മുട്ടുമായിരിക്കും, അല്ലെ നിന്റെ ആവശ്യങ്ങൾക്ക് പലയിടത്തും ചെന്ന് ആ കാര്യങ്ങൾ പറയുമായിരിക്കും. എന്നാൽ ദൈവം ഇടപെടാതെ ഒരു വഴി തുറക്കത്തില്ല. ദൈവം പറയാതെ ഒരു പദ്ധതി പുറത്തു വരുത്തില്ല. അതുകൊണ്ട് ദൈവം ഇടപെടേണ്ടത് ഇടപെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ചില വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ചില വ്യക്തികളെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രമോഷൻ വേണം, ഒരു നന്മയുടെ വിശാലത വേണം, അന്നും ഇന്നും ഒരുപോലെ ആയിരിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഉടകരകല ശൗടപ്രൗഢ ധിരാരകല. പലരും നിന്നെ മറന്നുപോയി. അവൻ പലരും നിന്റെ സ്ഥാനത്തെ മാറ്റിക്കളയുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന 26 തീരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് പറയുവാൻ ആത്മാവ് പറയുന്നു. ഉടകരകല ശൗടപ്രൗഢ ധിരാരകല ഹർത്തുരകല വൈഡപ്രൗഢ. അങ്ങനെ ഹല്ലേലൂയ. ആ ഉൽപ്പത്തി പുസ്തകം 41:9 പറയുന്നു, അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്നും ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ഹല്ലേലൂയ. അവൻ അന്നേരം ഓർത്ത. രാജാവ് ഇത് പറഞ്ഞപ്പോൾ അവൻ ഓർക്കുന്നു. ആമി ഹല്ലേലൂയ. ഉൽപ്പത്തി 41:14 ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഓർക്കേണ്ടവൻ ഓർത്തപ്പോൾ അവന് കിട്ടിയ സ്ഥാനം എന്താണ്? മിസ്രയീമിന്റെ അധിപതിയാക്കി. ആമി ഫറവോൻ 1-ാം സ്ഥാനത്തിരുന്നെങ്കിലും എല്ലാ ഇതിലും അധികാരത്തില് ആമീൻ അവൻ എന്ത് ചെയ്തു? ആ ഫറവോൻ അവന് കൈക്ക് മോതിരമിട്ടു, സരപ്പളി മാല കൊടുത്തു. ആമി ഹല്ലേലൂയ. അവന് ആമി ഹല്ലേലൂയ വസ്ത്രം കൊടുത്തു. ആമി വാഹനത്തിൽ കയറ്റി. ദൈവ ആമി ഇവനെ ബഹുമാനിച്ച് പട്ടണത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ മിസ്രയീമിന്റെ അധിപതിയാക്കി, മന്ത്രിയാക്കി, എല്ലാത്തിലും മേലധികാരിയാക്കി. കണ്ടോ? ദൈവത്തിന്റെ സമയമായപ്പോൾ ആമി ദൈവം ഓർത്തപ്പോൾ ജോസഫിന് കിട്ടിയ അനുഗ്രഹം നോക്കിക്കേ. ആമി നമ്മളെ പലരും മറന്നു കളയുമ്പോൾ ഓർത്തോണം, അവരെന്നെ ഓർത്തില്ലല്ലോ, അവരെനിക്കത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ദൈവ പൈതലെ നീ ഓർത്തോണം, ദൈവം നിന്നെ മാനിക്കുമ്പോൾ ശ്രേഷ്ഠമേറിയതാ കിട്ടുന്നത്. ആ മനുഷ്യൻ ഓർത്താൽ അല്പമേ ഉള്ളൂ. ആമി മനുഷ്യർ ഓർക്കാതിരിക്കുന്ന നന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഓർമ്മയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ, പ്രാർത്ഥനയാൽ ഉപവാസത്താൽ ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ, ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ സർവശക്തിയുള്ള ദൈവമാ. ആമി ഹല്ലേലൂയ. നോക്കേം പെട്ടകത്തെ ഓർത്ത്, ഹന്നായെ ഓർത്ത്, ജോസഫിനെ ഓർത്ത് ദൈവം നമ്മളെയും ഓർക്കുവാൻ സർവശക്തിയുള്ള ദൈവമാ. വേഗത്തിൽ ഞാൻ കടന്നു പോകട്ടെ. ആമി ഹല്ലേലൂയ.
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അടിമത്തത്തിൽ ഓർക്കുന്ന ഒരു ജനമുണ്ട്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഞാൻ അവരുടെ നിലവിളി കേട്ടു അവരുടെ കഷ്ടത കണ്ടു. അവർക്ക് വേണ്ടി ദൈവം ഓർത്തപ്പോൾ ഒരു മോശെ എഴുന്നേൽപ്പിച്ചതുപോലെ നമ്മുടെ കഷ്ടത കാണുമ്പോൾ, ഞങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ ഓർത്തനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്, എല്ലാവരും മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. സുവിശേഷത്തിൽ പറയുന്നത് പോലെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു. ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നിടുവാനും അതിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുവാനും ആ പ്രതിസന്ധികളെ ജയിച്ച് മുന്നേറുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സകലത്തെ ജയിച്ച കർത്താവ് കൂടെ ഇരുന്ന് വഴി നടക്കുന്നതിനെ മാനിക്കുവാനും ഉയർത്തുവാനും സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. സമയാനുവദിച്ച നറുഷ്യത്തിനോടും കുടുംബത്തോടും ആയിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് കുറച്ചാനുകളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അല്പസാധ്യത ദൈവം അനുവദിച്ച നല്ല നന്മയ്ക്ക് ദൈവത്തിന് മഹത്വമാനം കൊടുത്തുകൊണ്ട് ഈ ചെറിയ സാക്ഷി ചെയ്യുന്നു കൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.